വചനജായ 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 വചനജായ. അവാർഡുകൾ റെക്കോർഡിട്ട ജയരാജൻ്റെ സിനിമയാണ് ഒറ്റാൽ. ആലപ്പുഴ ബാക്ക്വാട്ടേഴ്സിൻ്റെ ബാക്ക്ഡ്രോപ്പിലാണ് ഈ സിനിമ നടക്കുന്നത്. ഒരു താറാവുകാരൻ അപ്പൂപ്പൻ, അയാളും അയാളുടെ പേരക്കുട്ടി കുട്ടപ്പായും തമ്മിലുള്ള റിലേഷൻ്റെ കഥയാണ് പറയാം. കുട്ടപ്പായി അവന് അപ്പനമ്മയൊന്നുമില്ല. അവൻ ആകെയുള്ള ലോകത്തുള്ള ഏക ബന്ധം എന്ന് പറയുന്നത് ഈ അപ്പൂപ്പനാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധമാണ് ഈ കഥ പറയുന്നത്. ബന്ധത്തിൻ്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ അവിടെ ആ നാട്ടിൽ കുട്ടനാട്ടിൽ ടിങ്കു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ഈ കുട്ടപ്പാട് അതേ പ്രായമുള്ളൊരു പയ്യനാണ്. അവനൊരു ലാൻഡ് ഓണറിൻ്റെ ഒറ്റ മകനാണ്, ഒരു വെൽത്തി ഫാമിലിയാണ്. അപ്പോൾ ഇവൻ ക്ലാസ്സിൽ ഇടയ്ക്ക് പോകാറില്ല. അങ്ങനെ ഈ കുട്ടപ്പായാണെങ്കിൽ സ്കൂൾ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കുട്ടപ്പായായിട്ട് ഇവന് കമ്പനി ആവാണ്. ടിങ്കും കുട്ടപ്പായും കമ്പനി ആവാണ്. അപ്പോൾ ഇടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് ടിങ്കു ഈ കുട്ടപ്പായിട്ട് പാട വരുമ്പത്ത് പോവും, കിളികളെ കാണാൻ പോകും, ചൂണ്ടിടാൻ പോവും. അപ്പോൾ ഈ ടിങ്കുന് ഇതൊക്കെ അത്ഭുത ലോകമാണ്. കാരണം അവൻ ഇതൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ടിങ്കുവിന് ഈ ലോകം കാണിക്കാൻ കുട്ടപ്പായ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റുമാണ്. അങ്ങനെ ഒരു നല്ല ഫ്രണ്ട്സായിട്ട് മാറണേ. ആ സമയത്താണ് ഒരു ദിവസം കുട്ടപ്പായി ടിങ്കുവിനോട് പറയും, വാ എൻ്റെ വീട്ടിലോട്ട് ഭക്ഷണം കഴിക്കാൻ വരാൻ പറയും. അപ്പോൾ ഇവന് കുട്ടപ്പായ്ക്ക് ഇങ്ങനെ വീടൊന്നുമില്ല. ഇവരിങ്ങനെ പല സ്ഥലത്ത് മാറി നടക്കണം. അപ്പോൾ ഒരു കുടിൽ പോലത്തെ ഒരു സ്ഥലം, അങ്ങോട്ട് ഭക്ഷണത്തിന് വിളിക്കാൻ. അപ്പോൾ അവൻ പറയും ഞാൻ വരാമെന്ന് പറയും. അങ്ങനെ വരാമെന്ന് പറയും. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവന് വിളിക്കുന്നത്. അപ്പോൾ ഒരാഴ്ച മുമ്പ് തന്നെ ഈ കുട്ടപ്പായി ഒരുക്കം തുടങ്ങണം. അപ്പൂപ്പനോട് പറഞ്ഞു, അപ്പൂപ്പൻ നല്ല ഭക്ഷണം വയ്ക്കണം, നമുക്ക് പുതിയ പാത്രം മേടിക്കണം. അങ്ങനെ ഇവർ ഈ താറാമുട്ട വിറ്റ് നല്ല പ്ലേറ്റും പിന്നെ കയ്യിലൊക്കെ വാങ്ങിക്കുന്നുണ്ട്, സ്പൂണൊക്കെ വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് വിഭവസമൃദ്ധമായൊരു ഭക്ഷണം ഒരുക്കുകയാണ്. ഇവർ തന്നെ നേരിട്ട് പോയിട്ട് കൊഞ്ചിനെ പിടിക്കുന്നു, കരിമീനെ പിടിക്കുന്നു, അതൊക്കെ പുളിയിട്ട് വറ്റിച്ച് നല്ല മീൻ കറിയൊക്കെ വെച്ച് എല്ലാം ഒരുക്കി വാഴലൊക്കെ മൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവരുടെ കുടിലിൽ കാത്തിരിക്കുകയാണ് ഇവൻ ടിങ്കു വരുമെന്ന് ഓർത്തിട്ട്. ഉച്ച കഴിഞ്ഞ് 3 മണിയായി. 3 മണിയായിട്ടും ടിങ്കു വരുന്നില്ല. അപ്പോൾ അപ്പൂപ്പൻ കുട്ടപ്പായോട് പറയാടാ, ഇനി അവൻ വരാൻ സാധ്യതയൊന്നുമില്ല, മണി 3 ആയില്ലേ. അപ്പോൾ കുട്ടപ്പായ പറയില്ല അപ്പൂപ്പ, ആ ടിങ്കു വാക്ക് പറഞ്ഞ വാക്കാണ്, ടിങ്കു വരും. എടാ ചിലപ്പോൾ അവൻ മറന്നു പോയിട്ടുണ്ടോ, നീ വീട്ടിൽ ചെന്ന് വിളിച്ചിട്ടുണ്ടോ. അങ്ങനെ ഇവന് ഒരു വഞ്ചിയൊക്കെ എടുത്തിട്ട് ഈ ടിങ്കുവിൻ്റെ വീട് അറിയാം, ടിങ്കുവിൻ്റെ വീട്ടിൽ പോവാണ്. ടിങ്കുവിൻ്റെ വീട്ടിൽ പോയിട്ട് ടിങ്കു എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ടിങ്കുവിൻ്റെ അമ്മ ഇറങ്ങി വരും. ടിങ്കു എന്താണെന്ന് ചോദിക്കും. അതേ ടിങ്കു ഉണ്ണാൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല എന്ന് പറയും. അവരെന്തെങ്കിലും പറയാൻ പോയപ്പോഴേക്കും അകത്തുനിന്ന് ഈ ടിങ്കുവിൻ്റെ അപ്പം ചോദിക്കും ആരാടിയെന്ന് ചോദിക്കും. അപ്പോൾ ഇവരകത്തോട്ട് ഈ അമ്മ അകത്തോട്ട് കയറി പറയും ആ താറാവുകാരൻ പയ്യൻ വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അയാൾ പറയും എടി ഇവിടെ മിച്ചമുള്ള എന്തെങ്കിലും എടുത്ത് കൊടുക്ക്. ഇത് കുട്ടപ്പായി കേൾക്കുന്നുണ്ട്. അവൻ സങ്കടത്തോടാൻ തിരിച്ചു പോവാണ്. ടിങ്കു അവൻ്റെ വീട്ടിൽ വിരുന്നിന് വന്നില്ല, സങ്കടമായി. ഇതിനകത്ത് ആരാണ് റിച്ച്, ഇതിനകത്ത് ആരാണ് പുവർ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നത് നിങ്ങൾ വിരുന്ന് നടത്തുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്ന ആൾക്കാരെ, പേ ബാക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നിങ്ങൾ വിളിക്കല്ലേ. നിങ്ങൾ ദരിദ്രരെ വിളിക്കുക, നിങ്ങൾ മുടന്തരെ വിളിക്കുക, നിങ്ങൾ തെരുവിൽ ആൾക്കാരെ വിളിക്കുക. ഈശോ നമ്മോട് പറയുന്നത് അതാണ്. നമ്മളെങ്ങനെ നോക്കുന്നത്? നമ്മളെക്കാളും ഉയരത്തിലുള്ള ആൾക്കാരായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്ന ആൾക്കാരാണ് നമ്മൾ. നമ്മുടെ സ്റ്റാറ്റസ് നോക്കുന്ന ആൾക്കാരാണ്. നമുക്ക് വലിയ റിലേഷൻസ് വേണം, അങ്ങനെയുള്ളവരെ നമ്മൾ വിരുന്നിന് കൊടുക്കും. പക്ഷെ നമ്മളെക്കാളും താഴെയുള്ള ആൾക്കാരെ, നമുക്ക് പേ ബാക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ, നമുക്ക് ഉപകാരമില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരെ, ഇവരാരെയും നമ്മൾ നമ്മുടെ മേശയിൽ ഇരുത്തുന്നില്ല എന്നുള്ളതാണ് സങ്കടമാണത്. ഈശോ പറയുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ വിരുന്ന് നടത്ത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി വിരുന്ന് നടത്തുമ്പോഴല്ലേ സ്വർഗത്തിൽ ഈശോ വിരുന്ന് നടത്തുമ്പോൾ അവിടെ നമുക്കൊരു കസേരയിട്ട് തരിക, അവിടെ നമുക്ക് വേണ്ടി ഈശോ വിളമ്പി തരിക. നല്ല സിനിമകളുടെ സംവിധായകൻ സത്യൻ അന്തിക്കാട് പറയുന്നൊരു കഥയുണ്ട്. ഒരു ദിവസം 9 അക്ഷരം 9, ഈ 9 എന്നിട്ട് 8-ന് അടിക്കുകയാണ്, താഴെയുള്ള 8-ന് അടിക്കുകയാണ്. അപ്പോൾ 8 ചോദിക്കും നീ എന്തിനാ എന്നെ തല്ലിയേ? നീ എന്നെക്കാളും ചെറുതല്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെ തല്ലിയേ. അപ്പോൾ 8 എന്ത് ചെയ്യും? 8-നേക്കാളും ചെറുത് 7 താഴെ നിൽക്കുക. അപ്പോൾ 7-നെ ചെന്ന് തല്ലും. 7 6-നെ തല്ലും, 6 5-നെ തല്ലും, 5 4-നെ തല്ലും, 4 3-നെ തല്ലും, 3 2-നെ തല്ലും, 2 1-നെ തല്ലും. 1 നോക്കുമ്പോൾ തൻ്റെ താഴെ 0. അപ്പോൾ 1-ന് 0-ത്തോട് ഒരു ദയ തോന്നും. കാരണം 0-ന് മൂല്യമില്ലല്ലോ, വാല്യൂ ഇല്ലല്ലോ. അപ്പോൾ ഈ 1 0-നെ തല്ലില്ല, 1 0-നെ അങ്ങോട്ട് ചേർത്ത് പിടിക്കും. അപ്പോൾ 1 എന്തായി? 1 10ആയി.
1 10 9-നേക്കാളും മൂല്യം ഉണ്ടായി. 1-ന് 9-നേക്കാളും മൂല്യം ഉണ്ടായി. 0 ചേർത്ത് വെച്ചപ്പോൾ 10-ന്. ഇത്രയേ ഉള്ളൂ. ലൈഫിൽ നമ്മൾ മൂല്യമില്ല എന്ന് കരുതുന്ന ആൾക്കാരെ, ചെറിയ മനുഷ്യരെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ വലുതാവും. ഈ ഭൂമിയിൽ മാത്രമല്ല, മുകളിലും സ്വർഗത്തിലും വിൽ ബിക്കം നമ്പർ 1. ചേർത്ത് പിടിക്കുക സാധാരണ മനുഷ്യരെ. നല്ല ഞായർ ആശംസിക്കുന്നു. വചനജായ 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 വചനജായ